ആര്യവേപ്പില നമ്മുടെ ചർമ്മത്തിനുണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷനാണ്. പ്രത്യേകിച്ച് ആക്നെ, മുഖക്കുരു തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഈ ആര്യവേപ്പില ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഫേസ് പാക്കുകളാകട്ടെ കുറച്ച് ഗുണം തരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആര്യവേപ്പില ഉപയോഗിച്ചിട്ട് ഒരു ഫേസ് പാക്ക് തയ്യാറാക്കിയാലോ? വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാനായിട്ട് പറ്റും. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ്. ആര്യവേപ്പില, തേൻ, മഞ്ഞൾ, പാല് എന്നിവയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി നമുക്കിത് തയ്യാറാക്കി തുടങ്ങാം. അതിനായിട്ട് ഒരു ബൗളിൽ 1 സ്പൂണോളം ആര്യവേപ്പില പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ആര്യവേപ്പില പൊടി ഒരുപാട് ഗുണങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇതിന്റെ ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ആക്നെക്കെതിരെ ഫൈറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. ആക്നെ വരാതെ പ്രിവെന്റ് ചെയ്യാനും സഹായിക്കും. പിന്നെ നമ്മുടെ ചർമ്മത്തിലുണ്ടാകുന്ന ഇറിറ്റേഷൻസ് ഒക്കെ കുറയ്ക്കാനായിട്ട് വളരെ നല്ലതാണ് ഈ ആര്യവേപ്പില. ഏജിങ്ങിന്റെ സൈൻസ് കുറയ്ക്കാനായിട്ട് സഹായിക്കും. അതുപോലെ ബ്ലാക്ക് ഹെർട്സും വൈറ്റ് ഹെർട്സും കുറയ്ക്കാനായിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി നമ്മൾ പണ്ട് കാലം മുതൽക്കേ ചർമ്മ സംരക്ഷണത്തിനായിട്ട് ഉപയോഗിച്ച് വരാറുണ്ട്. നമ്മുടെ ചർമ്മം കുറച്ചുകൂടി ഒന്ന് നാച്ചുറലായിട്ട് ഗ്ലോയിങ് ആക്കാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി സഹായിക്കും. അതുപോലെ ചർമ്മത്തിലെ പിഗ്മെന്റേഷൻസ് ഒക്കെ കുറയ്ക്കാനായിട്ടും മഞ്ഞൾ വളരെ നല്ലതാണ്. നമ്മുടെ സ്കിന്നിലുള്ള ആക്നെയും മുഖക്കുരുവും കുറയ്ക്കാനായിട്ടും മഞ്ഞൾ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. പാലും നമ്മുടെ ചർമ്മം ഡീപ്പായിട്ട് ക്ലെൻസ് ചെയ്യുന്ന ഒന്നാണ്. നമ്മുടെ ചർമ്മ സുഷിരങ്ങളിൽ അടിഞ്ഞുകൂടാതെ നമ്മുടെ ചർമ്മത്തെ നന്നായിട്ട് ക്ലെൻസ് ചെയ്യും. മാത്രമല്ല നമ്മുടെ സ്കിൻ കുറച്ചുകൂടെ സോഫ്റ്റ് ആക്കാനും സഹായിക്കും. നമ്മുടെ ചർമ്മത്തിൽ അമിത എണ്ണ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനും നാച്ചുറലായിട്ട് നമ്മുടെ സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് പാല്. ഇനി ഇതിലേക്ക് തേൻ കൂടെ ചേർത്ത് കൊടുക്കാം. ചർമ്മത്തിലെ ടാനിങ് നീക്കം ചെയ്യാനായിട്ടും ചർമ്മം മോയ്സ്ചറൈസ് ചെയ്യാനും എന്നാൽ ഒട്ടും ഓയിലി ആക്കാതിരിക്കാനും സഹായിക്കുന്ന ഒന്നാണ് തേൻ. മാത്രമല്ല ചർമ്മത്തെ എക്സ്ഫോളിയേറ്റ് ചെയ്യാനും ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തേൻ കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഇത് നിങ്ങളുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുക. സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കൊള്ളുക. നമ്മുടെ സ്കിന്നിന് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഓക്കെ ആണെങ്കിൽ മാത്രം ഇത് ഡയറക്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്യുക. ചിലർക്ക് സെൻസിറ്റീവ് സ്കിൻ ആയിരിക്കും. അത്തരത്തിലുള്ളവർക്കൊക്കെ ചില ഇൻഗ്രീഡിയൻസ് അലർജി ആയിരിക്കും. അപ്പോൾ സ്കിൻ ടൈപ്പ് അനുസരിച്ച് മാത്രം ഇത് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് വെക്കണം. എന്നിട്ട് വേണം കഴുകി മാറ്റാനായിട്ട്. ചർമ്മത്തിലുണ്ടാകുന്ന റെഡ്നെസ്, ഇറിറ്റേഷൻ, റാഷസ് തുടങ്ങിയ പ്രശ്നങ്ങളും പിമ്പിൾസ്, ആക്നെ തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് കുറയ്ക്കാനായിട്ട് ഈ ഒരു പാക്ക് സഹായിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.